ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന് ഇനി വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. സൈന്യം മേഖലകൾ മുഴുവൻ പിടിച്ചടക്കി. അതായത് ബംഗ്ലാദേശ് ഇപ്പോൾ സൈന്യത്തിന്റെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ താൽപ്പര്യങ്ങൾ ബംഗ്ലാദേശിൽ അടിച്ചമർത്താൻ ശ്രമിച്ച മുഹമ്മദ് യൂനസിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നമുക്ക് നന്നായിട്ടറിയാം. വളരെ സൗഹൃദപരമായ ബന്ധമായിരുന്നു ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായിരുന്നത്. വ്യാപാരപരമായും ഒക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മൾ ബംഗ്ലാദേശുമായി മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ജോ ബൈഡനും ഒബാമയും ബിൽ ക്ലിൻ്റനും ചേർന്ന് നടത്തിയ പദ്ധതിയിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ യൂനസിനെ പ്രതിഷ്ഠിക്കുക എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അട്ടിമറി ശ്രമം നടന്നു. പ്രതിഷേധം വന്നു, അക്രമങ്ങൾ ഉണ്ടായി, ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളും ആളിക്കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്കൊടുവിൽ പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അന്നേ ഇന്ത്യ മുഹമ്മദ് യൂനസിനെ ഓങ്ങി വെച്ചതാണ്. നിനക്ക് വച്ചിട്ടുണ്ടടാ, നിന്റെ കാര്യം ഞങ്ങളേറ്റ് എന്നുള്ളൊരു നിലപാട് ഇന്ത്യ അന്നേ സ്വീകരിച്ചതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ജയിലിലാക്കാനും ഷെയ്ഖ് ഹസീന വിചാരണ നേരിടണം എന്നൊക്കെ പറയുവാനും ഒക്കെ യൂനസ് തുടങ്ങിയപ്പോഴും ഷെയ്ഖ് ഹസീന ഒരു അക്ഷരം മിണ്ടിയില്ല. മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ ഷെയ്ഖ് ഹസീന നീ പറഞ്ഞുകൊണ്ടിരുന്നോ, ബാക്കി ഇന്ത്യ നോക്കുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നിലപാട്. ഒടുവിൽ ഷെയ്ഖ് ഹസീന നിലപാട് വ്യക്തമാക്കി, ഞാൻ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വരും, അതിനധിക സമയമൊന്നും വേണ്ട, ബംഗ്ലാദേശിലേക്ക് ഞാൻ വന്നിരിക്കും, പക്ഷേ ആ വരുന്നത് ബംഗ്ലാദേശിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെയാകും എന്നുള്ള പറയാതെ പറയുന്ന ഒരു സ്വരം കൂടി ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊപ്പം ബംഗ്ലാദേശിൽ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് ടെക്സ്റ്റൈൽസ് രംഗത്തെ അതികായകനായിരുന്ന ബംഗ്ലാദേശ് രൂക്ഷമായ സാമ്പത്തിക തകർച്ചയിലാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അതായത് രാജ്യത്ത് ഊർജ പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യവസായങ്ങളെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇതിനു പുറമെ രാജ്യത്തിന്റെ കാവൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സൈന്യം ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ എന്താണ് നമുക്ക് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തിയ വാർത്താ സമ്മേളനം രാജ്യ തലസ്ഥാനമായ ധാക്കയിൽ നടന്നത്. രാജ്യത്തെ സാമ്പത്തിക മേഖല ടൈം ബോംബ് പോലെയാണെന്ന് ടെക്സ്റ്റൈൽ മിൽസ് അസോസിയേഷൻ, ബംഗ്ലാദേശ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ വ്യാപാര സംഘടനാ പ്രതിനിധികൾ പറയുന്നുണ്ട്. ഇടക്കാല സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉൽപാദന ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഇന്ധന പ്രതിസന്ധിയും രൂക്ഷമാണ്. ബിസിനസ് ചെയ്യാനുള്ള അനുകൂല സാഹചര്യമല്ല നിലവിൽ. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ രാജ്യം പട്ടിണിയിലാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ സ്ഥിതി 1971 ലിബറേഷൻ യുദ്ധത്തിന് സമാനമാണെന്ന് ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് മിൽസ് അസോസിയേഷൻ പ്രസിഡന്റ് ആരോപിച്ചു. അന്ന് ബുദ്ധിജീവികളെയാണ് ലക്ഷ്യം വച്ചിരുന്നത്, ഇന്നത് വ്യവസായികൾക്ക് നേരെയാണ്. പണം അടയ്ക്കുന്നുണ്ടെങ്കിലും പാചകവാതകം ലഭിക്കുന്നില്ല, ഫാക്ടറികൾ നിശ്ചലമാണ്, എന്നിട്ടും വായ്പ തിരിച്ചടയ്ക്കുവാനുള്ള സമ്മർദ്ദം മുറുകുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്യാസും വൈദ്യുതിയും ഇല്ലാത്തതിന്റെ പേരിൽ നിരവധി ഫാക്ടറികളാണ് ബംഗ്ലാദേശിൽ അടച്ചുപൂട്ടിയത്. എന്നിട്ടും മാസങ്ങളായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയാണ്. ഇനിയും പിടിച്ചു നിൽക്കാനാകില്ല എന്നും വ്യവസായികൾ പറയുന്നു. അതേസമയം രാജ്യത്ത് ഡിസംബറിനുള്ളിൽ പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് സൈന്യം അന്ത്യശാസനം നൽകിയതോടെ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. മുഹമ്മദ് യൂനസിനെ അധികാരത്തിൽ നിന്ന് നീക്കാൻ സൈനിക മേധാവിയായ വക്കാറുൽ സമാൻ ശ്രമം നടത്തുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത യോഗങ്ങളിൽ പങ്കെടുത്തും വാർത്താ സമ്മേളനങ്ങൾ നടത്തിയും സൈനിക ഉദ്യോഗസ്ഥരും കളം നിറയുകയാണ്. തിരഞ്ഞെടുപ്പിന് വേണ്ടി കൂടുതൽ കാലം കാത്തിരിക്കേണ്ട എന്ന നിലപാടാണ് സൈന്യത്തിന്. യൂനസിനെ പുറത്താക്കാൻ ബംഗ്ലാദേശിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. എന്നാൽ സർക്കാരുമായി ഭിന്നതയുണ്ടെന്ന വാർത്തകൾ തെറ്റാണെന്ന് പിന്നീട് ബംഗ്ലാദേശ് സൈന്യവും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ നിലവിലെ പ്രതിസന്ധി മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഇന്ത്യൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് യൂനസിന്റെ ശ്രമം. അതായത് ഇന്ത്യ കൂടി ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ട്
മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെ മോശമാക്കാനുള്ള ശ്രമമാണ് യൂനസ് നടത്തുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ യൂനസ് ഇക്കാര്യം അവതരിപ്പിച്ചു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിനെ തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നാണ് യൂനസ് പറയുന്നത്. യൂനസിന്റെ പറച്ചിലൊക്കെ നമുക്കറിയാം. യൂനസ് പലതും പറയുന്നത് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാനും പറഞ്ഞത്. അഫ്ഗാനിസ്ഥാന് സഹായം ക്ഷമിക്കുക, ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാനും പറഞ്ഞത് നമ്മൾ ബലൂചിസ്ഥാന് സഹായം നൽകുന്നുണ്ടെന്ന്. ഇന്ത്യ അതൊന്നും സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം എന്താ പറയുക, നമുക്കിതൊന്നും നോക്കേണ്ട പോലും സമയമില്ല. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ സാമ്പത്തികമായി 4ാം ശക്തിയായി വളരുന്നു. ഇന്ത്യക്ക് ഈ ബംഗ്ലാദേശിന്റെ കാര്യം നോക്കാനോ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും ഇന്ത്യക്ക് സമയവുമില്ല. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇന്ന് വരെ പോയിട്ടുമില്ല. യുദ്ധങ്ങൾ വരുമ്പോൾ സമാധാന ചർച്ചയ്ക്കായി നരേന്ദ്രമോദിയെ വിളിച്ച രാജ്യങ്ങളുണ്ട്. ഇരു രാജ്യങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സമാധാന ചർച്ചയ്ക്ക് പോയതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വിളിച്ചാൽ കൃത്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പല രാജ്യങ്ങളും ചിന്തിക്കുന്നു, പല രാജ്യങ്ങളും ആലോചിക്കുന്നു. അത്തരത്തിലൊരു ചിന്ത വന്നാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടി വേണമെന്ന് മറ്റ് രാജ്യങ്ങൾ പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തും, സംസാരിക്കും എന്നുള്ള കാര്യമല്ലാതെ ഒരു രാജ്യത്തെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് മിസൈൽ ഉണ്ടാക്കണം, നമുക്ക് പ്രതിരോധ രംഗത്ത് വളരെ വലിയ ശക്തിയാകണം, സാമ്പത്തിക രംഗത്ത് വളരെ വലിയ ശക്തിയാകണം, വികസന മേഖലകളുണ്ട്. ഇതിനിടയ്ക്ക് യൂനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എവിടെയാണ് ഇന്ത്യക്ക് സമയം എന്നുള്ളതാണ്. മാത്രമല്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വരുത്തിവെച്ചത് യൂനസ് തന്നെയാണ്. കൃത്യമായി ടെക്സ്റ്റൈൽസ് രംഗത്ത് വലിയ നേട്ടം കൈയടക്കി പൊയ്ക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ ഈ അസ്ഥിരത വരുത്തിയതും ഈ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോയതും ആ രാജ്യത്തെ കൊടും പട്ടിണിയിലേക്കും കടബാധ്യതകളിലേക്കും എത്തിച്ചതും അവിടത്തെ ഉപദേശക സർക്കാർ അല്ലെങ്കിൽ എന്താ പറയുക, താൽക്കാലിക ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസിന്റെ കഴിവുകേടാണ് എന്ന് പറയാം. കഴിവുകേട് മറച്ചു വയ്ക്കാൻ പലരും ഈ മറ്റുള്ളവരുടെ തലയിലേക്ക് കാര്യങ്ങൾ അടിച്ചു വയ്ക്കുന്നൊരു നിലപാടുണ്ട്. പാകിസ്ഥാൻ അത് സ്ഥിരം കാണിക്കുന്നതാണ്. ഒന്നും ചെയ്യാതെ വരുമ്പോൾ അവസാനം എങ്ങനെയെങ്കിലും ഇന്ത്യക്കിട്ട് 4 പറയാം എന്നുള്ളൊരു നിലപാട് ഇത് സെയിം തന്നെയാണ് ബംഗ്ലാദേശും സ്വീകരിക്കുന്നത്. എന്തായാലും പലായനം ചെയ്യാൻ സൈന്യം ആവശ്യപ്പെട്ടാൽ മുഹമ്മദ് യൂനസ് ഇനി എങ്ങോട്ടേക്ക് പലായനം ചെയ്യും? കാരണം അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്നത് ട്രംപാണ്. മുഹമ്മദ് യൂനസും ട്രംപുമായി വലിയ ചേർച്ചയിലല്ലെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് യൂനസിനെ ഏത് രാജ്യമാകും സ്വീകരിക്കാൻ പോകുന്നത്? കാരണം ഇന്ത്യക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് പണിയുന്നത് കൊണ്ട് ഇന്ത്യ എന്തായാലും അഭയം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. മോദിയുടെ കാല് പിടിക്കേണ്ടി വരുമോ മുഹമ്മദ് യൂനസിന് എന്ന ചോദ്യവും പലരും ചോദിക്കുന്നു. എന്തായാലും സൈന്യം പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഡിസംബർ തിരഞ്ഞെടുപ്പ് വരും. ആ തിരഞ്ഞെടുപ്പിൽ ഇനി എന്താ പറയുക, ഇത്തരം വാർത്തകൾ എവിടെയെന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അങ്ങനെ കുറേ ചോദ്യങ്ങളുമായി കുറേ ആളുകൾ രംഗത്തെത്തും. അവരോടാണ് ബംഗ്ലാദേശിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അത് നമ്മളൊക്കെ ദേശീയ മാധ്യമങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈന്യം അത് പിടിച്ചെടുത്താൽ ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ജനുവരിയിൽ പുതിയ സർക്കാർ വരും. യൂനസ് അവിടെ നിന്ന് അടിയും കൊണ്ട് ഓടേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയും വരും.